നൂറ്റാണ്ടുകളോളം നിശബ്ദമായി ഭൂമിക്കിടയിൽ ഒതുങ്ങിക്കിടന്ന ഭീമൻ ശക്തിയുടെ ഒരു ഉഗ്രമായ പ്രകടനമായിരുന്നു എത്യോപ്യയിലെ ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വതത്തിന്റെ പൊട്ടിത്തെറി. ഏകദേശം 12,000 വർഷക്കാലം നിഷ്ക്രിയമായിരുന്ന ഈ അഗ്നിപർവ്വതം പെട്ടെന്നുണർന്നപ്പോൾ അത് പ്രാദേശിക തലത്തിൽ മാത്രമല്ല ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വ്യോമഗതാഗതത്തെ പോലും അപ്രതീക്ഷിതമായി പിടിച്ചുലച്ചു. തിങ്കളാഴ്ച രാത്രിയോടെ ഇന്ത്യൻ തലസ്ഥാനമായ ഡൽഹിയിലെത്തിയ പുകപടലങ്ങളും ചാരവും വിമാന സർവീസുകൾ താറുമാറാക്കുകയും വിമാന കമ്പനികളെ അതീവ ജാഗ്രതയിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സംഭവം എങ്ങനെയാണ് ഇത്രയും വലിയ ദൂരപരിധിയിൽ സ്വാധീനം ചെലുത്തിയത്? അതിന്റെ ആഘാതം എന്തൊക്കെയാണ്? ഇന്ത്യൻ വ്യോമയാന മേഖല ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് വിശദമായി അറിയേണ്ടിയിരിക്കുന്നു. എത്യോപ്യയിലെ വിദൂരമായ ജനവാസമില്ലാത്ത മേഖലയിലാണ് ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവിന് ശേഷമാണ് ഈ അഗ്നിപർവ്വതം ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുന്നത്. 12,000 വർഷം എന്നത് ഏതൊരു ഭൗമശാസ്ത്രപരമായ അളവുകോലിലും വളരെ ദൈർഘ്യമേറിയ ഒരു കാലയളവാണ്. ഇത്രയും കാലം ശാന്തമായിരുന്ന ഒരു ഘടന പൊട്ടിത്തെറിക്കുമ്പോൾ അത് പുറത്തുവിടുന്ന ഊർജവും പദാർത്ഥങ്ങളും അസാധാരണമായിരിക്കും. സ്ഫോടനത്തിന്റെ ഫലമായി കോടിക്കണക്കിന് ടൺ ചാരവും പുകയും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിശക്തമായി കുതിച്ചുയർന്നു. ഉയർന്ന അന്തരീക്ഷത്തിലെ ജെറ്റ് പ്രവാഹങ്ങളുമായി ചേർന്ന ഈ പുകമേഘങ്ങൾ ലോകമെമ്പാടുമുള്ള ദൂരങ്ങളിലേക്ക് അതിവേഗം വ്യാപിക്കാൻ തുടങ്ങി. ഈ പ്രതിഭാസം അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ആഗോള കാലാവസ്ഥയിലും വ്യോമ ഗതാഗതത്തിലുമുള്ള സ്വാധീനം എത്രത്തോളം വലുതാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു.